ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഞാനിന്ന് ഒരു ചെറിയ നോട്ട്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഫിസിക്സ് 6th ചാപ്റ്റർ ആയിട്ടുള്ള കറൻറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കിന്ന് പഠിച്ചു പോവാം. പാഠം ഞാൻ മുഴുവനായിട്ടില്ല, 2 പാർട്ടായിട്ട് ഇടാം. ഇത് പാർട്ട് 1ൻ്റെ ക്ലാസ്സാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത് നോക്കാറുള്ള സംഭവമാണ് സ്കെയില്. മുടിയിൽ നമ്മൾ റബ്ബ് ചെയ്ത് നോക്കാം. റബ്ബ് ചെയ്തിട്ട് നമ്മൾ ചെറിയ പീസ് ഓഫ് പേപ്പർ നമ്മളവിടെ ഇട്ടിട്ട് ആ സ്കെയിൽ എടുത്ത് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കാറ്? ഈ പേപ്പറൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്കെയിൽ അട്രാക്ട് ചെയ്യാറില്ലേ? ഇല്ലേ? അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണ ക്ലാസ്സിലൊക്കെ ചെയ്ത് നോക്കണ കാര്യങ്ങളാണ്. അപ്പോൾ എന്തോ ഒരു ചാർജ് ഈ സ്കെയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പേപ്പറൊക്കെ അവിടെ വന്ന് അട്രാക്ട് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഒബ്ജക്റ്റ് ക്യാൻ ബി ചാർജ്ഡ് ബൈ റബ്ബിങ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മളിങ്ങനെ കുറേ നേരം നമ്മൾ റബ്ബ് ചെയ്യണ സമയത്ത് ആ വസ്തുവിൽ എന്ത് കിട്ടും? ചാർജ്. ആ വസ്തു എന്തായിട്ട് മാറും? ചാർജായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഈ സംഭവം നിങ്ങൾക്കറിയോ? ഇതിൻ്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ്. എന്താണ്? ഇലക്ട്രോസ്കോപ്പ്. ഈ ഇലക്ട്രോസ്കോപ്പ് ചാർജഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രോസ്കോപ്പാണ്. മനസ്സിലായ? ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളൊരു ഇലക്ട്രോസ്കോപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇവിടുത്തെ സ്കെയില് റബ്ബ് ചെയ്തതാണെങ്കിലും ഇലക്ട്രോസ്കോപ്പ് ആണെങ്കിലും ഇവിടുത്തെ ചാർജ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നില്ല. മനസ്സിലായ? ഇലക്ട്രോസ്കോപ്പിലാണെങ്കിലും സ്കെയിലാണെങ്കിലും അവിടെ ഉണ്ടാവുന്ന ചാർജുകൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം, ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും സ്റ്റാറ്റിക് ആണ്. ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ചലിക്കുന്നില്ല, മൂവ് ചെയ്യാത്തവരെ നമ്മൾ പറയുന്നതാണിത് സ്റ്റാറ്റിക്. എന്നിവിടെ നോക്കി, ഇത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോസ്കോപ്പ് ഞാൻ എർത്തുമായിട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു സിമ്പിൾ കണ്ട, ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? എർത്തിങ് ആണ്. അപ്പോൾ ഈ എർത്തുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എല്ലാം എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജുകളായിട്ട് മാറും. അതായത് ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എർത്ത് ടു ഇലക്ട്രോസ്കോപ്പ്. എർത്തിൽ നിന്നുള്ള ഇലക്ട്രോൺസുകൾ നേരെ എങ്ങോട്ടേക്ക് വരും? ഇലക്ട്രോസ്കോപ്പിലേക്ക് വരും. എന്താണ് മക്കളെ? ഈ പറയുന്ന എർത്തിൽ നിന്നുള്ള ഇലക്ട്രോൺസുകൾ എങ്ങോട്ടേക്ക് വരും? ഇലക്ട്രോസ്കോപ്പിലേക്ക് വരും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. ഈ കാണുന്ന പോസിറ്റീവ് ചാർജുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോ എന്താവും? സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായ? അപ്പോൾ എർത്തിൽ നിന്ന് ഇലക്ട്രോൺസുകൾ ഇലക്ട്രോസ്കോപ്പിലേക്ക് പോകും. ഈ പോസിറ്റീവ് ചാർജുകളെല്ലാം നെഗറ്റീവ് ചാർജ് ആക്കുന്നത് വരെ മാത്രമേ ആ ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സർക്യൂട്ടിലെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് അറിയണം. ഇതാണ് നമ്മളെ സെല്ല്. ഇതെന്താണ്? ബൾബാണ്. ഇതെന്താ? സ്വിച്ച്. അപ്പോൾ ഓരോ ഭാഗങ്ങളും കണ്ടാൽ കൃത്യമായിട്ട് അറിയില്ലേ? ഓക്കെ, സർക്യൂട്ടിനകത്ത് ചാർജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇലക്ട്രോസ്കോപ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫ്ലോ നടക്കുന്നുണ്ട്. ചാർജിൻ്റെ എന്ത് നടക്കുന്നുണ്ട്? ഫ്ലോ നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ചാർജ് എവിടെ നടക്കുന്നുണ്ട്? ഈ പറയുന്ന സർക്യൂട്ടിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ? കറണ്ടിന് നമുക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് പറയാം, കറണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഫ്ലോ ഓഫ് ചാർജ്. വാട്ട് ഈസ് കറണ്ട് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയാം, ഫ്ലോ ഓഫ് ചാർജ്. ചാർജിൻ്റെ ഒഴുക്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. ചാർജിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന ഒരു ടാങ്ക്, ബി എന്ന് പറയുന്നൊരു വേറൊരു ടാങ്കാണ്, ഒരു വാട്ടർ ടാങ്ക് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഏതിലാണ് വാട്ടർ ലെവൽ കൂടുതൽ? നോക്കിയ മക്കളെ, ഏതിലാണ് വാട്ടർ ലെവൽ കൂടുതൽ? എയിൽ വാട്ടർ ലെവൽ കൂടുതലാണ്, അല്ലേ? ബിയിനേക്കാളും വാട്ടർ ലെവൽ കൂടുതലാണ് ഏതിൽ? എയിൽ. അപ്പോൾ എന്താ സംഭവിക്കാം? അതിൻ്റെ ഇടയിൽ ഞാനൊരു വാൽവ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ടർ ലെവൽ എയിൽ കൂടുതൽ, ബിയിൽ കുറവ്. അപ്പോൾ ഈ വാൽവ് ഞാൻ തുറക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഈ എയിൽ നിന്ന് വെള്ളം എങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങും? ബിയിലേക്ക് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ വാട്ടർ ലെവലിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടല്ലേ ഈ ഒരു ഫ്ലോ നടക്കുന്നത്, അല്ലേ? വാട്ടർ ലെവൽ രണ്ടിടത്തും സെയിം ആണെങ്കിൽ ഫ്ലോ നടക്കുമോ? ഫ്ലോ നടക്കില്ല. അപ്പോൾ വാട്ടർ ലെവലിൻ്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വാൽവ് തുറക്കുമ്പോൾ ഈ വെള്ളം ഇവിടെ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകണത്. അതേപോലെ തന്നെയാണ് കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിലും ഈ പറഞ്ഞ പോലെ ചാർജിൻ്റെ ഡിഫറൻസ് ഉണ്ടാവണം.
ചാർജിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് എന്ത് ചെയ്യുള്ളൂ, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുള്ളൂ. മനസ്സിലായ? ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ, എ ബി എന്ന് പറയുന്നത് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. എ ബി എന്ന് പറയുന്നത് ഒരു കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന ആ ടെർമിനലിൽ അല്ലെങ്കിൽ ആ ഒരു എൻഡിൽ 12 വോൾട്ടേജ് ഉണ്ട്. ബി എന്ന് പറയുന്ന എൻഡിൽ 0 വോൾട്ടേജ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ വാട്ടർ ടാങ്ക് പോലെ തന്നെയല്ലേ, ഇവിടെ എയിൽ എന്ത് കൂടുതലാണ്, വോൾട്ടേജ് കൂടുതലും, ബിയിൽ എന്ത് കുറവാണ്, വോൾട്ടേജ് കുറവുമാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ നിന്നാണ് ചാർജ് എങ്ങോട്ടേക്ക് ഒഴുകാൻ പോകുന്നത്, ബിയിലേക്ക് ഒഴുകാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഓഫ് ചാർജ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചാർജിൻ്റെ ഒഴുക്ക് ഉണ്ടാകുമ്പോഴേ അവിടെ എന്തുണ്ടാവുന്നുള്ളൂ, കറണ്ട് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ കറണ്ട് ടിക്ക് ചെയ്യാൻ കാരണം. പിന്നെ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ, രണ്ടോടത്തെയും എന്താണ് വോൾട്ടേജിൻ്റെ വ്യത്യാസം നോക്കുക. ഇവിടെ 12, ഇവിടെ 0. അപ്പോൾ രണ്ടോടത്തും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ചാർജിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, കറണ്ടിൻ്റെ ഫ്ലോ നടക്കുള്ളൂ. ആ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു കണ്ടക്ടറിനകത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് നടക്കുള്ളൂ, കറണ്ടിൻ്റെ ഫ്ലോ നടക്കുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അവിടെ കറണ്ടിൻ്റെ ഫ്ലോ നടക്കുള്ളൂ. ഇതുവരെ എടുത്ത ഭാഗങ്ങൾ ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ഭാഗം നോക്കിയേ, ഇതും ഇതേപോലെ മറ്റൊരു സർക്യൂട്ടാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സർക്യൂട്ടിൽ ഇത് ഞാൻ എഴുതേണ്ട, ഇത് സ്വിച്ചാണ്, ഇത് സെല്ലാണ്, ഇത് ബൾബാണ്. ബൾബിന് പാരലായിട്ട് ഞാൻ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബിന് പാരലായിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യേണ്ടത്, ഈ സാധനമാണെന്ത്, അമ്മീറ്റർ. ഇതെന്താണ്, വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ എപ്പോഴും കണക്ട് ചെയ്യേണ്ടത് ബൾബിന്, അതായത് നമ്മളിവിടെ എന്താണോ കണക്ട് ചെയ്യുന്ന ഡിവൈസ് അതിന് പാരലായിട്ടായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത് എപ്പോഴെങ്ങനെയായിരിക്കണം, എന്താണോ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസ് അതിന് പാരലും. അമ്മീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, സീരിയസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. മനസ്സിലായ? അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, പാരലായിട്ടും. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ബാറ്ററി 2 തരത്തിലുള്ള കണക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. ഈ സെല്ലുകൾ 2 രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യും. ഒന്ന് സീരിയസ് കണക്ഷനും ഒന്ന് വേറെ ഏതാണ്, പാരലൽ കണക്ഷനും ഉണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കി നിങ്ങൾ. സീരിയസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിൻ്റെ പിന്നിലും അടുത്തടുത്ത സെല്ലുകൾ ഇങ്ങനെ വരി വരിയായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്, സീരിയസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇങ്ങനെ നിൽക്കുന്ന കണക്ഷനാണ് എന്ത്, പാരലൽ കണക്ഷന്. ഇങ്ങനെ നിൽക്കുന്ന കണക്ഷനാണ് സീരിയസ് കണക്ഷൻ. അപ്പോൾ സീരിയസ് കണക്ഷൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു 4 പോയിൻറ്റ്സുകളുണ്ട്. ഞാൻ 2 പോയിൻറ്റ്സ് പ്രധാനമായിട്ടുള്ളത് മാത്രം ജസ്റ്റ് പറയുന്നു മാത്രം. ഓക്കെ. സീരിയസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇ എം എഫ് ഈസ് ദ സം ഓഫ് ദി ഇ എം എഫ് ഓൾ ദ സെൽ. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണെന്ത്, ഇ എം എഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഈ ഇ എം എഫ്, ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഓൾ ദി സെൽ. അതായത് ഇവിടെ നോക്കിയാൽ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് 6, ഈ സെല്ലിൻ്റെ വോൾട്ടേജ് 6, ഈ സെല്ലിൻ്റെ വോൾട്ടേജ് 6. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതെല്ലാം കൂടി സം ചെയ്യുന്നതാണ്. അപ്പം ആ 3 സെല്ലിൻ്റെയും ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്, 18 അല്ലേ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 18 ആയിരിക്കും. ഇനി അതേ പോയിന്റ് തന്നെ നമുക്ക് ഇവിടെ നോക്കാം, പാരലൽ കണക്ഷനിൽ നോക്കാം. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അതുകൊണ്ടാണ് കേട്ടോ. പാരലൽ കണക്ഷനിലാണെങ്കിൽ ഇഫ് ഓൾ ദ സെൽ ഹാവ് ഈക്വൽ ഇ എം എഫ്, ഇവിടെ എല്ലാത്തിനും ഇ എം എഫ് ഒരേപോലെയാണെങ്കിൽ, ഓക്കെ. ഇപ്പം ഞാനിവിടെ 6 വോൾട്ടേജിൻ്റെ സെല്ലാണ്, ഇത് 6 വോൾട്ടേജ്, ഇത് 6 വോൾട്ടേജ്. അങ്ങനെ ഇഫ് ഓൾ ദ സെൽ ഹാവ് ദ ഈക്വൽ ഇ എം എഫ് ദെൻ ദ ഇ എം എഫ് ഓഫ് ദി സർക്യൂട്ട് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് സിംഗിൾ സെൽ. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ ഇ എം എഫ് എന്ന് പറയുന്നത്, ഈ സർക്യൂട്ടിലെ ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലിന് ഈ സെയിം ആയിരിക്കും എന്ന് പറയുന്നത്. അതായത് എത്രയായിരിക്കും, 6 വോൾട്ടേജ്. ഇഫ് ഓൾ ദ സെൽ ഹാവ് ദ ഈക്വൽ ഇ എം എഫ്, എല്ലാ സെല്ലുകൾക്കും ഈക്വൽ ഇ എം എഫ് ആണെങ്കിൽ ദെൻ ദ ഇ എം എഫ് ഓഫ് ദി സർക്യൂട്ട്, ഈ സർക്യൂട്ടിലെ ഇ എം എഫ്, ഈ സർക്യൂട്ടിലെ ഇ എം എഫ് എന്ന് പറയുന്നത് ഇസ് ദ സെയിം. എന്തിനോട് സെയിം ആയിരിക്കും, ഒരു സിംഗിൾ സെല്ലിൻ്റെ ഇ എം എഫിന് സെയിം ആയിരിക്കും. സിംഗിൾ സെല്ലിൻ്റെ ഇ എം എഫ് എത്രയാണ്, 6 വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഈ സർക്യൂട്ടിലെ ഇ എം എഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ഒരു സെല്ലിൻ്റെ ഇ എം എഫിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എത്രയാണ്, 6 വോൾട്ടേജ്. അത് സീരീസ് കണക്ഷനിലാണെങ്കിൽ ടോട്ടൽ ഇ എം എഫ് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്, എല്ലാ സെല്ലിൻ്റെയും ഇ എം എഫ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി.
പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു പോയിന്റ്, ദ കറൻറ്റ് പാസിങ് ത്രൂ ഈച്ച് സെൽ ഈസ് ദ സെയിം. അതായത് ഇതിനകത്ത് കൂടെ പാസ് ചെയ്യുന്നത്, അതായത് ഓരോ സെല്ലിനകത്ത് കൂടെയും കടന്നു പോകുന്ന കറൻറ്റിൻ്റെ അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറയുന്നത്. ദ കറൻറ്റ് പാസിങ് ത്രൂ ഈച്ച് സെല്ല്, ഓരോ സെല്ലിനകത്ത് കൂടെയും കടന്നു പോകുന്ന കറൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് സീരീസ് കണക്ഷൻ. പാരലൽ കണക്ഷനിൽ എന്താ പറയുന്നത്? ടോട്ടൽ കറൻറ്റ് ഫ്ലോയിങ് ദ സർക്യൂട്ട്, ഈ സർക്യൂട്ടിൽ ഒഴുകുന്ന ടോട്ടൽ കറൻറ്റ് സ്പ്ലിറ്റ് അപ്പ് ആൻഡ് ഫ്ലോ ത്രൂ ഈച്ച് സെൽ, ഓരോ സെല്ലിനകത്ത് കൂടെയും എന്താണ് ഫ്ലോ ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പോയിൻറ്റ്സ് വെച്ചിട്ട് ഞാൻ രണ്ട് കണക്ഷൻസിൻ്റെയും പഠിപ്പിച്ചെന്ന്. സീരീസ് കണക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ പാരലൽ കണക്ഷനും ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിനകത്ത് 4 പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ. ഇലക്ട്രിക് കറണ്ട്. നമ്മൾ കറണ്ട് എന്താണെന്ന് തൊട്ട് മുന്നേ പഠിച്ചതാണ് അല്ലേ? എന്താണ് കറണ്ട്? ഒന്ന് വേഗം പറഞ്ഞ എല്ലാവരും. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? കറണ്ട് നമ്മൾ പഠിച്ചതാണ് എന്താ? ഫ്ലോ ഓഫ് ചാർജ് എന്നാണ് അല്ലേ? ഇവിടെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താ? ചാർജ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് എന്താണെന്ന് കിട്ടും. ചാർജ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് എന്താണെന്ന് കിട്ടും അല്ലേ? കറണ്ടിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഏത്? ഐ. കറണ്ടിനെ സൂചിപ്പിക്കുന്നത് ഐ, ചാർജിനെ സൂചിപ്പിക്കുന്നത് ക്യൂ, അതുപോലെ തന്നെ സമയത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കറണ്ടിനെ സൂചിപ്പിക്കുന്നത് ഐ, ചാർജിനെ സൂചിപ്പിക്കുന്നത് ക്യൂ, സമയത്തെ സൂചിപ്പിക്കുന്നത് ടി. ഞാൻ നിങ്ങൾക്ക് കുറച്ച് യൂണിറ്റുകൾ, ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ചാർജിൻ്റെ യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്? കൂളം എന്ന് പറയുന്നത്. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളം. അതിനെ സി എന്ന് പറയുന്ന ലെറ്ററിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ചാർജിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചാർജിൻ്റെ യൂണിറ്റാണ് എന്ത്? കൂളം. ആ കൂളമ്പിനെയാണ് നമ്മൾ സി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായ? ചാർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? അത് ക്യൂ ആണ്. അറിയാലോ, ചാർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യൂയിലാണ്, പക്ഷേ അതിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള കൂളമ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിയിലാണ്. അതുപോലെ കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാ? ഐ ആണ്. പക്ഷേ കറണ്ടിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ നമ്മൾ പറയണം ആംബിയർ ആണ്. കറണ്ട് യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. ആംബിയറിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ യൂണിറ്റ്, വോൾട്ടേജിന് നമ്മൾ വി ആയിട്ടാണ് പറയാറ്. അതും യൂണിറ്റ് ചോദിക്കുമ്പോൾ വോൾട്ടും അതും വി തന്നെയാണ്. ഇനി റെസിസ്റ്റൻസ് എന്താണ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ അത് ഓം ആണ്. ഓമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്, ഓം. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ചാർജിനെ, ഫ്ലോ ഓഫ് ചാർജിനെ ഒപ്പോസ് ചെയ്യാനുള്ളൊരു കഴിവാണ് ഇത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഓക്കെ, ഇതിനകത്ത് വാട്ട് ഈസ് റെസിസ്റ്റൻസ് ഉള്ളതില്ല, നമുക്ക് ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ഈ യൂണിറ്റുകൾ പഠിച്ചു നോക്കാം. ഒന്ന് വേഗം പറഞ്ഞേ. ചാർജിൻ്റെ യൂണിറ്റ് എന്താ? ചാർജിൻ്റെ യൂണിറ്റ് നമ്മളിപ്പോൾ തന്നെ പഠിച്ചു. എന്താ? കൂളമ്പാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് പഠിച്ചു, ആംബിയർ ആണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. പഠിച്ചല്ല? യെസ്. ഇനി കറണ്ട് മെഷർ ചെയ്യുന്നത് ഏത് ഉപകരണം വെച്ചിട്ടാണ്? അമ്മീറ്റർ വെച്ചിട്ടാണ്. കറണ്ട് അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. വോൾട്ടേജ് അളക്കുന്നതാണ് ഏത്? വോൾട്ട് മീറ്റർ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതാണ്, അമ്മീറ്റർ സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ വേഗം പറ. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്? ഉത്തരം കിട്ടിയാ? സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. യെസ്. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യേണ്ടത്? പാരലലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഞാൻ വീണ്ടും ഇവിടെ സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. സർക്യൂട്ടിൽ സ്വിച്ച് ഉണ്ട്, സെല്ലുണ്ട്, ബൾബുണ്ട്, അമ്മീറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സെല്ലാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സെല്ലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിനുള്ള റീഡിങ്ങേ അവിടെ അമ്മീറ്ററിൽ കാണിക്കുള്ളൂ. ഇനി 2 സെല്ല് എടുക്കുമ്പോഴോ അമ്മീറ്ററിലെ റീഡിങ് കൂടോ കുറയോ? കൂടും അല്ലേ? സെല്ലിൻ്റെ എണ്ണം കൂടും തോറും അമ്മീറ്ററിൻ്റെ റീഡിങ്ങിനും എന്ത് സംഭവിക്കും? റീഡിങ്ങും കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായ? സെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സെല്ലിൻ്റെ എണ്ണം കൂടും തോറും എന്ത് ചെയ്യും? അമ്മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്ങിൻ്റെ അളവ് കൂടും. അമ്മീറ്ററിൻ്റെ റീഡിങ് കൂടാന്ന് പറഞ്ഞാൽ എന്ത് കൂടി എന്നാണ് അർത്ഥം? അവിടെ കറണ്ട് കൂടി എന്നാണ് അർത്ഥം അല്ലേ? അവിടെ എന്ത് കൂടി? കറണ്ട് കൂടി. കറണ്ട് കൂടുന്നതിനനുസരിച്ച് ലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, തീവ്രതയും എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായ മക്കളെ? അപ്പോൾ എന്താണ്? സെല്ലിൻ്റെ എണ്ണം കൂടുന്തോറും അമ്മീറ്ററിൻ്റെ റീഡിങ് കൂടും. അമ്മീറ്ററിൻ്റെ റീഡിങ് കൂടിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ അളവ് കൂടും. കറണ്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇഫ് 2C? സി എന്ന് പറഞ്ഞാൽ എന്താ?
കൂളംബാണ് അല്ലേ. നമുക്ക് ചാർജ് തന്നിട്ടുണ്ട് 2C ചാർജ് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലോ ത്രൂ എ കണ്ടക്ടർ ഇൻ 10 സെക്കൻഡ് 10 സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് കടന്നു പോകുന്നു? 2 കൂളം ചാർജ് കടന്നു പോകുന്നു. എങ്കിൽ അവിടുത്തെ കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. കറണ്ട് കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ? എന്താ പഠിപ്പിച്ചു തന്നെ? I=Q/T I=Q/T അല്ലേ. അപ്പം ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. Q നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2. സമയം തന്നിട്ടുണ്ട്. എത്ര? 10 കൊടുത്തു. 2നെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ 0.2 ആംപിയർ എന്ന് കിട്ടി. യൂണിറ്റ് എഴുതണം കേട്ടോ. അടുത്തതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോ ഒരു പ്രധാനപ്പെട്ട നിയമം തന്നെയാണ്. ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഒരു സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തിനോട്? ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറൻറ്റിനോട്. ഒന്നും കൂടി പറയണം. ഒരു സർക്യൂട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൽ ഉണ്ടാവുന്ന കറൻറ്റിനോട് എങ്ങനെയായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, നേരനുപാതത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് കൂടുമ്പോൾ ആര് കൂടുന്നു എന്നാണ് അർത്ഥം? കറൻറ്റും കൂടുന്നു എന്നാണ് അർത്ഥം. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റും കൂടുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട് അല്ലേ. അതായത് V/I = ഒരു കോൺസ്റ്റൻ്റ് ആണ്. V/I എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് ആരാണ്? R ആണ്. ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ആരാണ്? R ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആയിട്ട് കിട്ടുമ്പോൾ എന്താണ്? V/I = R എന്ന് കിട്ടും. V/I = R എന്ന് കിട്ടും. ഞാൻ ഈ ഐന് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? ഈ താഴെ കിടക്കുന്ന വീട് താഴെ കിടക്കുന്ന ഐ അങ്ങോട്ട് പോയപ്പോൾ എന്താ? V = IR എന്ന് കിട്ടി. V = I × R എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചുള്ള നിയമം കിട്ടിയല്ല. അപ്പോൾ ഓംസ് ലോ എന്ന് മനസ്സിൽ വരുമ്പോൾ V = IR എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളെ മനസ്സിൽ വരണം. V എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. I എന്ന് പറഞ്ഞാൽ എന്താ? കറൻറ്റ്. R എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. ഇനി അതുപോലെ റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് എന്ത്? ഈ കാണുന്ന സിമ്പിൾ. റെസിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ഈ കാണുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ. മനസ്സിലായ? എന്നാൽ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് പഠിച്ചു. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഓം ആണ്. എന്താണ്? ഓം. ഓം എന്ന് പറയുന്നതിൻ്റെ സിമ്പിൾ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണെന്ന്. ഓക്കെ. ഇനി നമുക്ക് ഓംസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഒന്ന് നോക്കാം. ഓംസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഫസ്റ്റത്തിൽ നോക്കിയേ, ഫസ്റ്റത്തെ റോ നോക്കിയാൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറൻറ്റ് തന്നിട്ടില്ല, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്കറിയാം. ഓംസ് ലോ എന്ന് പറയുമ്പോൾ അതായത് വോൾട്ടേജും കറൻറ്റും റെസിസ്റ്റൻസും ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇക്വേഷനാണിത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ V = I × R. നമ്മളെല്ലാത്തിലും ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. വോൾട്ടേജും കറൻറ്റും റെസിസ്റ്റൻസ് എന്നാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് 12. അപ്പോൾ വിക്ക് പകരം 12 എന്ന് കൊടുത്തു. ഐ തന്നിട്ടില്ല. അപ്പോൾ ഐയുടെ അവിടെ ഐ തന്നെ കൊടുത്തു. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 4. അപ്പോൾ ഇൻറ്റു 4 ഇങ്ങോട്ട് വന്നപ്പോൾ ബൈ 4 അപ്പോൾ അതിൽ നിന്ന് ഐ കണ്ടുപിടിച്ച എത്ര? 3. കറൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ അല്ലേ. അപ്പോൾ A ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മളെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആംപിയർ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 3 ആംപിയർ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കറൻറ്റ് തന്നിട്ടുണ്ട്, കറൻറ്റ് കൊടുത്തു. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 3 കൊടുത്തു. V ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. V ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V കണ്ടുപിടിച്ചു 6 വോൾട്ടേജ്. എത്ര കിട്ടി? 6 വോൾട്ടേജ് എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വോൾട്ടേജ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് 6 തന്നിട്ടുണ്ട്, പിന്നെ കറൻറ്റ് 3 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. റെസിസ്റ്റൻസ് എത്ര കിട്ടി? 2 ആണ്. 2 ഓം എന്ന് കിട്ടി. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കിട്ടി 2 ഓം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്ത് ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് ചെയ്യാൻ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്തിരുന്നാൽ മാത്രം മതി. തന്നിട്ടുള്ള വാല്യൂസ് നമ്മളവിടെ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. താങ്ക് യു.